പാലക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള NMR റസാക്കിൻ്റെ പ്രചരണ പരിപാടിക്കിടയിലാണ് നമ്മളുള്ളത്. കൽമണ്ഡപം മേഖലയിൽ ഇപ്പോൾ NMR റസാക്ക് പ്രചരണ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള പ്രക്ഷോഭനെതിരായിട്ടുള്ള ഈ ലൈംഗിക പീഡന പരാതിയാണ്. പോലീസ് ഇതുവരെയും പ്രക്ഷോഭനെ പിടികൂടിയിട്ടില്ല. അതിൽ പ്രക്ഷോഭനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ BJP SP ഓഫീസിലേക്ക് ഉൾപ്പെടെ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. തീർച്ചയായിട്ടും കുറ്റക്കാർക്കെതിരെയുള്ള നടപടി സ്വത്തരമായിരിക്കണം, പെട്ടെന്ന് എടുക്കണം എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പറയാനുള്ളത്. കാരണം ഈ പീഡകർക്കൊന്നും യാതൊരുവിധ അവസരവും കൊടുക്കരുത്. ഒളിവിൽ പോകാനടക്കം അവസരം കൊടുത്ത് ആരെങ്കിലും സഹായിച്ചിട്ടെങ്കിൽ അവരെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എത്രയും പെട്ടെന്ന് പോലീസ് നടപടിയെടുക്കണം എന്നുള്ളത് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അടുത്തെത്താറായി എന്നൊക്കെയാണ് പറഞ്ഞത്. വളരെ എന്താ പറയുക, ഒരു മനസ്സിന് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾക്കൊക്കെ നടപടി എത്രയും പെട്ടെന്ന് എടുക്കാം. പോലീസിൻ്റെ ആ വഴിക്ക് കൃത്യമായ രീതിയിൽ പോകണം. ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. LDF ഇതിൽ കാര്യമായിട്ടുള്ളൊരു പ്രതിഷേധ പരിപാടിയിലേക്ക് പോകാത്ത ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. അത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടല്ല, നമ്മൾ ഇവിടെ വലിയൊരു മറ്റു പല ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ജില്ലാ സെക്രട്ടറി അതിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ അതിൻ്റെ ഇടപെടൽ നടത്തുന്നുണ്ട്. കാരണം നമ്മുടെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അതിൻ്റെ രീതിയിൽ പോലീസിന് മേലെ സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ബാക്കി ഷോ കാണിക്കാൻ ഇല്ല എന്നേ ഉള്ളൂ. ഇത് ഇപ്പോൾ പ്രചരണ പരിപാടി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ള പ്രചരണ പരിപാടി വളരെ നേരത്തെ തന്നെ രാവിലെ 7 മണിക്ക് കിണാശ്ശേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ ഒരു പ്രത്യേകത പാലക്കാട് മണ്ഡലം ഏറെ ശ്രദ്ധിക്കപ്പെടും നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരുപാട് ആൾക്കാർ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും പല ജില്ലകളിൽ നിന്നിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ വയനാട് നിന്നും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തിയിട്ട്, തലശ്ശേരിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. സംഘടന ഹോട്ടൽ അസോസിയേഷൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അതാണ് നമ്മൾ ഈ പ്രവർത്തകരൊക്കെ. അതൊക്കെ അവരാണ്. മലപ്പുറമാണ് മൂപ്പര്, വയനാടാണ്, മലപ്പുറം തിരൂരാണ്. അങ്ങനെ എല്ലാവരും. എന്തുകൊണ്ടാണ് അവിടെ റസാഖാക്ക് വേണ്ടി വോട്ട് ചെയ്യിച്ചു വന്നത്? റസാഖാക്ക നമ്മളെ ചങ്കാണ്. ചങ്കിനെ വിട്ടാണ്ട് കളിയില്ല. ചങ്കിനും വേണ്ടി നമ്മൾ ഏത് നിലക്കും പോരാടും. ഈ ഇടത് രാഷ്ട്രീയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടത് വലത് എന്നല്ല, റസാഖ് ഭായ് എയിലാണോ അതാണ് നമ്മൾ. ആ ഇടതോ വലതോ ആയിട്ടല്ല, ഇത് നമ്മളെ മുത്താണ്. ഈ മുത്തിനെ നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മളെ ബാധ്യത, നമ്മളെ കടമയാണ്. വയനാട് ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു മുഖമാണ് NMRൻ്റെ. കാരണം വയനാട് ദുരന്തത്തിലെ 28 ദിവസം കമ്മ്യൂണിറ്റി കിച്ചണിൽ അദ്ദേഹം അവിടുത്തെ മുഴുവൻ സമയ പ്രവർത്തകരും ആ 28 ദിവസം ഏകദേശം 2.5 ലക്ഷം പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണത്തിൽ മുൻപന്തിയിൽ നിന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പാലക്കാടിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അവിടെ ഇരിക്കാനാവില്ല. ഞങ്ങളുടെ മണ്ഡലത്തിലൊക്കെ പണിയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ ജയിപ്പിച്ചാൽ 100% പറയുന്നു പാലക്കാട്ടുകാർക്ക് തെറ്റുപറ്റില്ല. കാരണം നിങ്ങളറിയാത്തൊരു NMR ഉണ്ട് ഈ മനുഷ്യനിൽ. കാരണം ലോകമറിയുന്ന, കേരളത്തിലാകെയുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായൊക്കെ ലോകമറിയുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം വിജയിക്കണം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ വയനാട് ജില്ലാ പ്രസിഡന്റാണ്. അതെ. സംഘടന പൂർണ്ണമായി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ സംഘടന കിട്ടിയ വലിയൊരു അംഗീകാരമാണിത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു സംഘടനയാണിത്. ആവശ്യങ്ങൾ അറിയിക്കാനും കൂടി. വിഷയങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഹോട്ടൽ അസോസിയേഷന്. അതിൻ്റെ പൾസാണ് ഞങ്ങളെ റസാഖ് ഭായി. അപ്പോൾ റസാഖിനെ അംഗീകരിക്കുന്നു. അത്ര ഒരു വലിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിലേക്ക് നിൽക്കുന്നു എന്നൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ശബ്ദമായി മാറാൻ റസാഖിന് കഴിയും. റസാഖ് പാലക്കാട്ടേക്ക് വന്ന മൂലം ഒരു ഡീൽ ആരോപണങ്ങളാണ്. റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരു ഡീലാണെന്നുള്ളത്. അല്ല, അതൊക്കെ രാഷ്ട്രീയങ്ങളാണ്. ഞങ്ങൾക്കതൊന്നും നല്ല പ്രശ്നം. ഞങ്ങൾക്ക് റസാഖ് ജയിക്കണം, ഞങ്ങൾക്ക് റസാഖ് സഭയിൽ വേണം, ഞങ്ങളെ മുഴുവൻ ശബ്ദമായി, കേരളീയരുടെ മുഴുവൻ ശബ്ദമായിക്കൊണ്ട് മാറണം. മറ്റേതൊക്കെ വലിയ വലിയ രാഷ്ട്രീയങ്ങൾ പറയാനൊന്നും ഞങ്ങൾ അർഹരല്ല. പൂർണ്ണ പിന്തുണ. ഇതിനൊപ്പം തന്നെ പാലക്കാട്ടുകാരുടെ പിന്തുണ അതേപോലെ എല്ലാം പരിപൂർണമായ. സ്ഥാനാർത്ഥികളിലെ ഏറ്റവും കേരളത്തിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏക സ്ഥാനാർത്ഥിയാണ്. ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. കാരണം അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. NMRനെ സംബന്ധിച്ചോളം ഞങ്ങളങ്ങനെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല. അദ്ദേഹം ജയിക്കേണ്ട സ്ഥാനാർത്ഥി, നിയമസഭയിൽ ഉണ്ടാകേണ്ട ഒരാളാണ്. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് മനുഷ്യന്. പാലക്കാട്ടുകാർ അത് തിരിച്ചറിയണം ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം അവർക്ക് തെറ്റുപറ്റില്ല. ഇടത് രാഷ്ട്രീയമുള്ളവരുണ്ട്, വലത് രാഷ്ട്രീയമുണ്ട്, എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യരാകെ NMRലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അതൊരു വലിയ ചർച്ച തന്നെയാണ്. ഇദ്ദേഹം ജയിക്കണം, നിർബന്ധമാണ്. അത് പാലക്കാട്ടുകാർക്ക് തെറ്റ് പറ്റരുത്. കാരണം ഇദ്ദേഹം ജയിച്ചാൽ അത് പാലക്കാടിന് ഏറ്റവും വലിയ നേട്ടമായിരിക്കും. 100% ഞങ്ങളെല്ലാം പറഞ്ഞ NMRനൊപ്പമാണ്. NMR ജയിച്ചിട്ട് തിരിച്ചു സംഘടന. എല്ലാ ജില്ലകളിൽ നിന്ന് ദിവസവും ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം. പല ജില്ലകളിൽ നിന്ന് ഇപ്പോൾ 14 ജില്ലകളിൽ നിന്നുള്ള എല്ലാ ദിവസവും ഇവിടെ പ്രസൻസ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഇത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. മൂപ്പര് തിരൂരാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് തിരൂരാണ്. ഇങ്ങനെ എല്ലാ ഭാരവാഹികളും, സംസ്ഥാന സെക്രട്ടറിയാണ്.
മൂപ്പര് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അങ്ങനെ കുറേ പേര് ഇതിലൊരു പിന്തുണ പാലക്കാട് നിന്ന് ലഭിക്കുന്നത് തന്നെയാണ്. 100% പാലക്കാടൻ ജനത ആ പിന്തുണ തരും എന്നുള്ള കാര്യം അതിൽ ഉറപ്പാണ്. കക്ഷിരാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാവരും എൻഎംആറിനെ ഞങ്ങൾ അണിനിരക്കണം. അതുകൊണ്ടല്ലേ ഏതായാലും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തി എൻ.എം. റസാഖിന് വോട്ട് ചോദിച്ചുകൊണ്ട് ഓരോ വീടുകളും കയറി ഇറങ്ങുകയാണ്. ഏതായാലും പൂർണ്ണമായിട്ടുള്ള പിന്തുണ KHR മാത്രമല്ല പാലക്കാട്ടുകാരുടെ ഒരു പൂർണ്ണ പിന്തുണയും തനിക്ക് ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് എൻ.എം. റസാഖ് പാലക്കാട് പര്യടനം നടത്തുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.